1928 ജനിച്ച് 1991 മരണപ്പെട്ടുപോയ, ജീവിതത്തിൽ മാനസികമായ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം അനുഭവിച്ച ഒരു പാവ മനുഷ്യനെ പടച്ചവനാക്കുന്ന, മുദബ്ബിറുൽ ആലമാക്കുന്ന, ലോകരക്ഷിതാവാക്കുന്ന തിരക്കിലാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ. ഏകദേശം ഈ അടുത്ത ചില വർഷങ്ങളിലായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് CM മടവൂർ എന്നത്. അദ്ദേഹത്തോട് പ്രത്യേകിച്ച് നമുക്കൊരു വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു സാധു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനപരമായ ആദർശത്തെ തകർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതും ചെറിയ രീതിയിലൊന്നുമല്ല. ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചൊരു സംസാരമായിരുന്നു എന്ത്, മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് പകരം CM എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള മുസ്ലിം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? പടച്ചോനെ, അവസാനം മരിച്ച് നിന്നിലേക്ക് മടങ്ങി വരുമ്പോൾ നിന്റെ പേര് ഉച്ചരിച്ചിട്ട്, അള്ളാന്റെ പേര് ഉച്ചരിച്ചിട്ട്, ലോകരക്ഷിതാവിന്റെ പേര് ഉച്ചരിച്ചിട്ട് ഈ ലോകത്ത് വിട പറഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അതിന് നേരെ വിപരീതമായി CM എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവും. CM എന്ന് പറഞ്ഞ് മരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് പറയാം. അതും കഴിഞ്ഞ് അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് പിന്നെ പറയാണ് മുദബ്ബിറുൽ ആലം, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. ആരാണ് മുദബ്ബിറുൽ ആലം? പ്രിയപ്പെട്ടവരെ, മക്കാ മുശ്രിക്കുകൾ പോലും ബദറിലും ഉഹുദിലും ഖന്തഖിലും മുസ്ലിങ്ങൾക്കെതിരെ അമ്പെയ്ത, വാളെടുത്ത, ഉമ്മത്തിനെ കൊല്ലാൻ ശ്രമിച്ച, പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ച മക്കാ മുശ്രിക്കുകളോട് പോലും വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യം നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു അല്ലാഹുവാണ്. അതിൽ നിന്ന് പോലും ചില ആളുകൾ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? മുദബ്ബിറുൽ ആലം പച്ചയായിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് പോലെയുള്ള ചെറിയ പൈതങ്ങളായ കുട്ടികളെ കൊണ്ടുവന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? ആ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാണ് മുദബ്ബിറുൽ ആലം CM മടവൂരാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. മഴ പെയ്യിക്കുന്നത്, വെയിൽ കൊണ്ടുവരുന്നത്, ധാന്യം മുളപ്പിക്കുന്നത്, കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തുടങ്ങി ലോകത്ത് എന്തൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളെല്ലാം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന അബദ്ധജടിലമായ, ദുരന്തപൂർണമായ വിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ വലിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കാൻ. എന്നിട്ട് ഈ കുട്ടികളെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചാണ്, മക്കളെ, വിമാനം നിയന്ത്രിക്കുന്നത് ആരാണ്? വിമാനം നിയന്ത്രിക്കുന്നത് പൈലറ്റാണ്. അപ്പൊ വിമാനം നിയന്ത്രിക്കുന്നത് പടച്ചോനല്ലേ? ആ, പടച്ചോനും വിമാനം നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ പടച്ചോൻ വിമാനം നിയന്ത്രിക്കുന്നുണ്ട്, അള്ളാഹു വിമാനം നിയന്ത്രിക്കുന്നുണ്ട് എന്നതുകൊണ്ട് പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുപോലെയാണ് CM മടവൂര് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതുപോലെയാണ് അള്ളാഹുവിന്റെ കൂടെ CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ, ഈ ജനങ്ങളെ, ഈ ഉമ്മത്തിനെ പറ്റിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുമ്പോ ഡോക്ടർ മരുന്ന് തന്നിട്ട് രോഗം മാറിയെന്ന് നമ്മൾ പറയുമ്പോ, പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോ, ആ പൈലറ്റിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ആ ഡോക്ടറിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ആ വക്കീലിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പുറമെ നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമത്തിനെ തടയാനോ നേരിടാനോ ഈ പൈലറ്റിന് കഴിയില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മറ്റുള്ളവരുടെ കൂടെ പൈലറ്റും മരിച്ചു പോകും. അത് അയാളുടെ പരിമിതിയാണെന്നുള്ള കൃത്യമായ അവബോധത്തോടെയാണ് നമ്മൾ പൈലറ്റ് നിയന്ത്രിക്കുന്നു വിമാനം എന്ന് പറയാ. എന്നാൽ CM മടവൂര് വിമാനം നിയന്ത്രിക്കുന്നു പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് എന്താണ്? എന്ത് പ്രതിസന്ധികൾ, വിമാനത്തിന്റെ എഞ്ചിൻ തകരാറാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കട്ടെ, കപ്പലാകട്ടെ, എവിടെയാകട്ടെ, അതിന്റെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താനും നൽകാനും CM മടവൂരിനെ കഴിയുമെന്ന അബദ്ധജടിലമായ വിശ്വാസത്തിലേക്കാണ് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ മുദബ്ബിറുൽ ആലവും കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെ എത്തിയിരുന്നു? CM മടവൂരാണ് പടച്ചോൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മൊബൈലുകളിൽ, വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ പാട്ട് കേട്ടത്, നമ്മൾ ആ വരികൾ കേട്ടത്. എന്താണ് ഈ പറയുന്നത്?
CM മടവൂരാര പടച്ചോനാണോ എന്ന് നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നീ പറയാ അതെ ഞങ്ങളുടെ പടച്ചോൻ CM മടവൂര് തന്നെയാണെന്ന് പറയണമെന്നാ പറയുന്നത്. മാഅദല്ലാ. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയൊരു ദുരന്തം, ഇതിനേക്കാൾ വലിയൊരു അപകടം, ഇതിനേക്കാൾ വലിയൊരു ജീർണത, ഇതിനേക്കാൾ വലിയൊരു വിശ്വാസനഷ്ടം ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിന്റെ 10-ാമത്തെയും 11-ാമത്തെയും വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിചയപ്പെടുത്താണ്. എന്താണ് അല്ലാഹു പറയുന്നത്? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ പടച്ചറപ്പ് പടച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങളെയും കൊണ്ട് ഭൂമി ഇടകാതിരിക്കാൻ വേണ്ടി അതിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ നാട്ടുകയും ചെയ്തിരിക്കുന്നു. ലക്ഷോപലക്ഷം ജീവജാലങ്ങളെ കൊണ്ട് ആ ഭൂമിയുടെ പ്രതലമെല്ലാം നിറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് വാനലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് അല്ലാഹു മഴ വർഷിപ്പിച്ചു തരുന്നു. എന്നിട്ട് മാന്യമായ എല്ലാ ഇനകളുമുള്ള പഴവർഗ്ഗങ്ങളെയും ധാന്യങ്ങളെയും പടച്ചിറപ്പ് നിങ്ങൾക്ക് മുളപ്പിച്ചു തരികയും ചെയ്യുന്നു. എന്നിട്ടുള്ള പറയുകയാണ് ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, മഴയാകട്ടെ, പടപ്പുകളാകട്ടെ, മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, മത്സ്യങ്ങളാകട്ടെ, ആരാകട്ടെ, ഇത് അല്ലാഹുവിന്റെ പടപ്പാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനല്ലാതെ പടക്കപ്പെട്ട, ഞാനല്ലാതെ സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ ഭൂമിയിലാകട്ടെ, ഈ മഹാപ്രപഞ്ചത്തിലാകട്ടെ, ആകാശ ലോകത്താകട്ടെ, ഞാനല്ലാതെ പടച്ചോ സൃഷ്ടിപ്പിനെ, ഒരു സൃഷ്ടിയെ, ഒരു പടപ്പിനെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിലാളുകൾ മറുപടി പറയുകയാണ്, പടച്ചോനെ നീയല്ല ഞങ്ങളെ പടച്ചത്, ഞങ്ങളെ പടച്ചത് CM മടവൂരാണ്. പടച്ചോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പടച്ചവൻ, അൽ ഖാലിഖ് ഹുവല്ലാഹുൽ ഖാലിഖ്. ഖാലിഖ് എന്നതിന്റെ അർത്ഥം ആ ഖാലിഖ് CM മടവൂരാണെന്നാണ് ഈ പറയുന്നത്. അല്ലാഹു ചോദിക്കുന്നു, ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. അവനല്ലാതെ പടച്ച എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ നിങ്ങൾ കഴിയുമെന്ന് ചോദിക്കുമ്പോ ഞങ്ങള് അള്ളാഹിനോട് പറയുകയാണ്, ഞങ്ങളെ പഠിച്ചത് നീയല്ല, ഞങ്ങളെ പഠിച്ചത് CM മടവൂരാണ്. അവരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ടറിയോ? എന്നാൽ അക്രമികളാകട്ടെ, ആരാണ് ഈ അക്രമികൾ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്ത പടച്ചവനുണ്ടെന്ന് പറയുന്നവർ, അല്ലാഹു അല്ലാത്ത ഇലാഹുണ്ടെന്ന് പറയുന്നവർ, അല്ലാഹു അല്ലാത്ത മുദബ്ബിറുൽ പറയുന്നവർ, മരിക്കുന്ന സമയത്ത് പോലും റബ്ബിന്റെ പേരിന് പുറമേയുള്ള പേരുകൾ ഉച്ചരിക്കണമെന്ന് പറയുന്നവർ, അവരാണ് യഥാർത്ഥത്തിലുള്ള വാലിമുകൾ. അവരെ കുറിച്ചുള്ള പറയുന്നത് എന്താണ്? അവർ വ്യക്തമായ വഴികേടിലാകുന്നു. സൂറത്തുൽ ലുഖ്മാനിന്റെ 10-ാമത്തെയും 11-ാമത്തെയും ആയത്തുകളാണ്. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ഭൂമിയുടെയും അണ്ഡകടാഹത്തിന്റെയും സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രാദികളുടെയും എല്ലാം പടപ്പിനെ കുറിച്ച് വിശദീകരിച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിന്റെ 102-ാമത്തെ ആയത്തിലൂടെ പറയുന്ന ഒരു വർത്താനം എന്നറിയോ? ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഇതാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനയില്ല. ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂ, എല്ലാറ്റിന്റെയും പടച്ചവനവനാകുന്നു, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അവനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എങ്ങനെയാണ്? ഫിർഔൻ മൂസാ നബിയോട് ചോദിക്കുകയാണ്. സൂറത്തു ത്വാഹയിലെ 50-51 ആയത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്നു, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ, മൂസാ നീ പറയുന്ന രക്ഷിതാവാരാണ്? നീ പറയുന്ന ഈ പടച്ചവൻ ആരാണെന്ന് മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ചോദിക്കുമ്പോ അദ്ദേഹം മറുപടി പറയുകയാണ്, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ.
എന്റെ രക്ഷിതാവ് ആരാണെന്ന് ഫിർഔനെ നീ അറിഞ്ഞോ? എല്ലാറ്റിനെയും പടക്കുകയും എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൻ്റെതായ പ്രകൃതം അതിനെ നൽകുകയും ചെയ്തവൻ ആരാണോ അവനാണ് എന്റെ രക്ഷിതാവെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിനോടതാ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം അത്ഭുതങ്ങളായ കരവിരുതുകളാണ് ഈ സൃഷ്ടിപ്പിൽ അല്ലാഹു ചെയ്തു വെച്ചിരിക്കുന്നത്. വവ്വാലിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വവ്വാലിന്റെ കണ്ണ് കാണാൻ കഴിയില്ല. ആ കണ്ണ് കാണാത്ത വവ്വാലിനെ ഇരപിടിക്കാൻ വേണ്ടി പടച്ചറപ്പ് ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാണ്? അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് ആ ശബ്ദത്തിന്റെ എക്കോയിലൂടെയാണ് അതിന്റെ ഇരയത് മനസ്സിലാക്കുന്നത്, അതിന് പോകാനുള്ള ഡെസ്റ്റിനേഷൻ അത് മനസ്സിലാക്കുന്നത്, എന്നിട്ടാണ് അത് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഓന്ത് നിറം മാറുന്നത് കണ്ടിട്ടുണ്ടോ? തന്നെ ആക്രമിക്കാൻ വരുന്ന വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏത് പ്രതലത്തിലാണ് ഓന്ത് നിൽക്കുന്നത്, ആ പ്രതലത്തിനനുസൃതമായ നിറത്തിലേക്ക് ഓന്ത് നിറം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാവിന്റെ നാവിഗേഷൻ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര ദൂരം ചെന്നാലും, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് പ്രാവ് ചെന്നാലും ആ കിലോമീറ്ററിന് കൃത്യമായി അതിന്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് പ്രാപ്തമാകു നൽകിയിട്ടുണ്ട്. നാവിഗേഷൻ സിസ്റ്റം, GPS-യിലൂടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അത്യാധുനിക സംവിധാനത്തെ വെല്ലുന്ന സിസ്റ്റം പ്രാവിന്റെ തലച്ചോറിനുള്ളിൽ എല്ലാം സംവിധാനിച്ചിട്ടുണ്ട്. എട്ടുകാലികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത്യത്ഭുതകരമായ എഞ്ചിനീയറിംഗിലൂടെ തന്റെ വലത് ഇതുകൊണ്ട് ഇരയെ കാത്തിരിക്കുന്ന എട്ടുകാലി അല്ലാഹുവാണ് ഇതിന്റെ പ്രകൃതം നൽകിയത്, എന്റെ അറിവ് നൽകിയത്. തേനീച്ചയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഭൂമിയിൽ ഒരു തേടി കണ്ടു ആ ഭൂമിയിലേക്കുള്ള വഴി കൃത്യമായി ഡാൻസിലൂടെ തന്റെ കൂടിന്റെ മുന്നിൽ വന്നതുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതിലൂടെ ആ കൂട്ടിലുള്ള മറ്റ് തേനീച്ചകൾക്ക് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന തേനീച്ചകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പടക്കുക മാത്രമല്ല, സൃഷ്ടിക്കുക മാത്രമല്ല, ആ സൃഷ്ടിപ്പിനനുസരിച്ച് ജീവിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അവനാണ് എന്റെ റബ്ബെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ശുഅറായിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ശുഅറായിന്റെ 78 മുതലുള്ള ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആരാണ് എന്റെ റബ്ബ്, ആരാണ് എന്റെ രക്ഷിതാവ്? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവൻ എന്നെ പടച്ചവനാണ്. സിയം മണമൂരല്ല പഠിച്ചത്, എന്നെ പഠിച്ചവനാണ്. ഇബ്രാഹിം പറയുകയാണ് ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച്. എന്നിട്ട് അവരെനിക്ക് എന്റെ വഴി കാണിച്ചു തന്നു. അവനാണ് എന്നെ ചിന്തിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നത്. എനിക്ക് രോഗമുണ്ടാകുമ്പോ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്, ശമനം നൽകുന്നത്. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ പുനർജീവിപ്പിക്കാൻ പോകുന്നത് അവനാണ്. നാളെ വിചാരണാവേളയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആ വിചാരണയുടെ വേദിയിൽ എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും എന്റെ റബ്ബിനെ തന്നെയാണ്, മറ്റാരെയുമല്ല. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നീ എനിക്ക് കനിഞ്ഞരുളയണമേ, വിവേകവും തിരിച്ചറിവും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെക്കുറിച്ചും പ്രഖ്യാപനത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ച, അവരെല്ലാം പ്രഖ്യാപിച്ച അടിസ്ഥാനപരമായ ആദർശവും ആശയവുമാണ് പ്രിയപ്പെട്ടവരെ. എന്ത്? എന്റെ റബ്ബ് എന്നെ നിയന്ത്രിക്കുന്നത്, എനിക്ക് അന്നം നൽകുന്നത്, എനിക്ക് വെള്ളം നൽകുന്നത്, എനിക്ക് ശിഫ നൽകുന്നത്, എനിക്ക് എല്ലാം നൽകുന്നത് ആരാണ്? എന്റെ റബ്ബാണ്, എന്റെ രക്ഷിതാവ് ആണ് എന്ന് പറയുന്നതിന് പകരം ആളുകളോട് പറയാണ്, നിന്റെ റബ്ബ് സിയം മടവൂരാണെന്ന് നീ അങ്ങോട്ട് പറഞ്ഞോ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ചില ആളുകൾ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. സന്തോഷം തന്നെ. പണ്ട് തൊട്ടേ ഇത്തരത്തിൽ ആദർശങ്ങൾ പറയുന്ന ചില ആളുകൾ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. സന്തോഷം. പക്ഷേ ഈ ആളുകളാണ് ഈ പുതുതലമുറയെ ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് സിയം മടവൂരാണ്. ഇന്നലകളിൽ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുള്ളയെ കുറിച്ച് ഇവർ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തെ കുറിച്ച് ഇവർ പറഞ്ഞത് എന്താണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ സഞ്ചരിച്ചത് എന്റെ കുതിരത്ത് കൊണ്ടാണ് എന്ന് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലകളിൽ പ്രചരിപ്പിച്ചിട്ടില്ലേ? ഇന്നലകളിൽ പറഞ്ഞു നടന്നിട്ടില്ലേ? സ്റ്റേജുകളിലും വേദികളിലും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തീ തണുപ്പാക്കി കൊടുത്തത് ആരാണ്?
ഞാൻ ദ്വാരുന്നിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുള്ളയെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. യൂനുസിന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്റെ കുപ്പന് പുരട്ടിയിട്ടാണ് എന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുള്ള പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജനങ്ങളോട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി എന്റെ വടിയിൽ നിന്ന് ഞാൻ ചെറിയൊരു തുണ്ടം പൊട്ടിച്ചു കൊടുത്തതാണ് എന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞിട്ടില്ലേ? ഈ ലോകത്തെ മണൽത്തരിയുടെ എണ്ണം എത്രയാണെന്നും ഈ ലോകത്ത് അള്ളാഹുവിന്റെ അറിവിന്റെ അക്ഷരങ്ങൾ എത്രയാണെന്നും എനിക്കറിയാമെന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നലെ ഇത് പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിലൂടെയാണ് അള്ളാഹുവിന്റെ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർക്ക് മേലെ, അള്ളാഹുവിന്റെ കുദ്റത്തുകൾക്ക് മേലെ ലൗഹുൽ മഹ്ഫൂദിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഐതിഹ്യങ്ങളും പാട്ടുകളും കഥകളും പഠിപ്പിച്ചു കൊടുത്ത് കേട്ട് പഠിച്ചവരാണ് ഇന്ന് CM മടവൂരിനെ പടച്ചോനെ എന്ന് വിളിക്കുന്നത്, CM മടവൂരിനെ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി ഇവരുടെ മക്കൾ CM മടവൂര് പടച്ചോനാണ് എന്ന് കേട്ട് വളരുന്ന മക്കൾ അടുത്ത തലമുറയിൽ പള്ളിയുടെ ഉള്ളിൽ CM മടവൂരിന്റെ രൂപം കൊണ്ടുവെക്കാൻ മടിക്കില്ല എന്ന് വേദനയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം ഏറും നാട്ടും തുപ്പും പരിഹാസവും ബഹിഷ്കരണവും ഏറ്റെടുത്തുകൊണ്ട് നിറവേറ്റിയ വലിയൊരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കറകളഞ്ഞ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അതിനുവേണ്ടി ത്യാഗം സഹിക്കുക, അതിനുവേണ്ടി ജീവിതം മുഴിഞ്ഞു വെക്കുക. റഹ്മാനായ റബ്ബേ, ജീവിതത്തിന്റെ അവസാനം വരെ കലിമത്തിന് പുഴുപ്പൊന്നുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് തെളിമയാർന്ന നീരുറവ പോലെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഇന്നലെ 78ാമത് സ്വാതന്ത്ര്യ സമര ദിനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ഖുതുബയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, ജനിച്ചു വീണ് വളർന്നു വന്ന നാടിനോടുള്ള സ്നേഹം, അതിനോടുള്ള ഒരു മുഹബ്ബത്ത് എന്ന് പറയുന്നത് മതത്തിന്റെ ഭാഗമല്ല, മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിത്രത്തിൽ വരെ അത് ഉണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ ഹജറയുടെ വേളയിൽ കൃത്യമായി പ്രവാചകൻ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. മക്കയിൽ നിന്നെല്ലാം പറിച്ചെടുത്ത് മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിലെ കുന്നിന്റെ മുകളിൽ കയറി നിന്ന പ്രവാചകൻ മക്കയിലേക്ക് നോക്കി. എന്നിട്ട് തന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ച, തന്റെ എളാപ്പയും ഭാര്യയും ജീവിച്ച ആ പ്രിയപ്പെട്ട മക്കയോട് ഇന്നലകളിലെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ മക്കയെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ഭൂമിയാണ്. എനിക്കൊരു വിധം കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വിട്ട് പോകുമായിരുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉണ്ടായിരുന്ന പല പണ്ഡിതന്മാരും അതുപോലെ തന്നെ പല പോരാളികളും പറഞ്ഞത്, എനിക്ക് ഈ മണ്ണിൽ ജീവിച്ച് മരിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനോട് കൂറുണ്ടാവുക, നമ്മുടെ നാടിനോട് സ്നേഹമുണ്ടാവുക, അതുപോലെ നമ്മൾ ജീവിക്കുന്ന നാടിനോട് ഗുണകാംക്ഷ ഉണ്ടാവുക, അതിനെ സേവിക്കുക എന്നതും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ ധനകാര്യ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് അദ്ദേഹം അധികാരപുരുഷനായതുകൊണ്ടല്ല,
മറിച്ച് ആ നാട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താൻ പോവാൻ ആ നാടിനെ സേവിക്കേണ്ടതും രക്ഷിക്കേണ്ടതും തന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധനകാര്യ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതും ഖജനാവിന്റെ സൂക്ഷിപ്പ് സ്ഥാനം ഏറ്റെടുത്തതും എന്നിട്ട് ആ നാടിനെ വലിയൊരു ക്ഷാമത്തിൽ രക്ഷിച്ചത്. പറഞ്ഞു വന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് 7 കൊല്ലം നിരപരാധിയായ രീതിയിൽ തടവിലിട്ട രാജ്യമാണ് അന്ന് ഈജിപ്ത്. എന്നിട്ടും അദ്ദേഹം ആ രാജ്യത്തോട് വെറുപ്പ് കാണിച്ചിട്ടില്ല, ആ രാജ്യത്തോട് അകൽച്ച കാണിച്ചിട്ടില്ല. ഇതെന്താണ് ചെയ്തത്? ആ രാജ്യത്തെ പ്രതിസന്ധിയുടെ അവസരത്തിൽ ചേർത്തുപിടിക്കുകയാണ് ചെയ്തത്. നമ്മൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം. പ്രതിസന്ധികളുടെ സമയത്ത് അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, മനുഷ്യർ തമ്മിലുള്ള ഐക്യം ഏത് മതത്തിലും ജാതിയിലുമാകട്ടെ, മനുഷ്യർ തമ്മിലുള്ള ഐക്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി എഴുതുന്നവനും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവൻ കിണറ്റിലേക്ക് വീണുപോയ ഒട്ടകത്തെ അതിന്റെ വാല് പിടിച്ച് പൊക്കിയെടുക്കാൻ നോക്കുന്നവനെ പോലെയാണ്, ശ്രമിക്കുന്നവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജാതിയുടെ പേരിലായാലും വർണ്ണത്തിന്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും വർഗീയത എന്നത് നമ്മുടെ രീതിയല്ല. മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ അസന്നിഗ്ധമായ ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ഏത് നിമിഷവും പിടിക്കപ്പെടാം, കൊല്ലപ്പെടാം, എന്ത് അപകടവും സംഭവിക്കാം. ആ സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സുരക്ഷിതമായി ആരുടെയും കണ്ണിൽപ്പെടാതെ പുതിയൊരു വഴി തെരഞ്ഞെടുത്ത് മദീനയിലേക്ക് കൊണ്ടുചെന്നാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ആരെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ മനുഷ്യനെയാണ്, ഒരു മുശ്രിക്കായ മനുഷ്യനെയാണ്. അല്ലാഹു പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത, ഇന്നലകളിൽ നിങ്ങളെ തലമുറയെ വധിക്കാത്ത, നിങ്ങളെ ഇടങ്ങേറാക്കാത്ത അമുസ്ലിങ്ങളായ സഹോദരങ്ങളോട് നന്മ ചെയ്യുന്നതിനെ, അവരോട് നീതിപൂർവ്വം വർത്തിക്കുന്നതിനെ അള്ളാഹു തടയുന്നില്ല, അള്ളാഹു നിരോധിക്കുന്നില്ല എന്ന് സൂറത്തുൽ മുംതഹിനയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽവാസി, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നവർ, അത് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, ആരാകട്ടെ, അവരുടെ വിശപ്പ് നമ്മുടെ വിശപ്പാണ്, അവരുടെ വേദന നമ്മുടെ കൂടി വേദനയാണ്, അവരുടെ രോഗം നമ്മുടെ കൂടി രോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദർശം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഒപ്പം തന്നെ തൗഹീദിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് അലിവുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള, കാരുണ്യമുള്ള പ്രവാചകന്റെ അനുയായികളായി വർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രത്തോളം റസൂലിനെ ഉപദ്രവിച്ചിട്ടുണ്ട് മക്കക്കാർ. എന്നിട്ടും മക്കയിൽ ഒരു ക്ഷാമമുണ്ടായി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തന്നാലാവുന്ന ഭക്ഷണ സാമഗ്രികൾ ഒട്ടകപ്പുറത്ത് കെട്ടിയിട്ട് മക്കയിലേക്ക് പറഞ്ഞയച്ചില്ലേ? അതായിരുന്നു നമ്മുടെ പ്രവാചകൻ, അതായിരുന്നു നമ്മുടെ നബി എന്ന് നമുക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര ഉപദ്രവിച്ചിട്ടുണ്ട് ജൂതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചില്ലേ? എന്നിട്ടും ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി രോഗഗ്രസ്തയായി കിടന്നു എന്ന് കണ്ടപ്പോ അവിടേക്ക് കയറി പോകാനും അവരെ സന്ദർശിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായില്ലേ? പ്രിയപ്പെട്ടവരെ, അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും പ്രവാചകന്റെ പടയെങ്കിൽ അയൽപക്കക്കാരനായ ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന് പറയുമ്പോ മാനസികമായ ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതിലെ ഏറ്റവും വലിയ അടയാളമാണത്. മനുഷ്യരാവുക, നമ്മൾ നല്ല മനുഷ്യരാവുക. നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ചുറ്റുപാടിനും നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വളർന്നു വരുന്ന പുതിയ തലമുറക്ക് ഈ രാജ്യത്തിന്റെ പൾസ് മനസ്സിലാക്കി, അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും മാറുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യരുടെ ഒരുമയെയും മനുഷ്യരുടെ സ്നേഹത്തെയും ഊട്ടി നിർത്തുന്ന പുതിയൊരു തലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിൽ വളർത്തി കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വേദനകളും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ, നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. മസ്ജിദുൽ അഖ്സ എന്ന പതിറ്റാണ്ടുകളുടെ സ്വപ്നത്തെ നീ യാഥാർത്ഥീകരിക്കണേ റബ്ബേ. ആ മസ്ജിദുൽ അഖ്സയിൽ അഭിമാനത്തോടെ ഉമ്മത്ത് സുജൂദ് ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഈ ലോകത്ത് വിട പറഞ്ഞു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.